ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക ജയശങ്കറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ കാഞ്ചനയും അക്ഷരയും കൂടി ദേവികയോട് സംസാരിക്കാനുണ്ടോ. അപ്പോൾ ദേവിക അക്ഷരയോടൊക്കെ നല്ല ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അക്ഷര ചോദിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവിക എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രശ്നത്തിനിടയിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അതിനിടയ്ക്ക് ഞാൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച് എനിക്കെതിരെ അപരാധം പറഞ്ഞു പരത്തരുത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ജയശങ്കർ സാറിനെ കണ്ട് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ്, ദേവിക എന്തായാലും ഇവിടെ ഇരിക്കെ, ഞാനൊരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ സൽക്കാരം സ്വീകരിക്കാനൊന്നുമല്ല വന്നിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ മുഴുവനും ഞാൻ ആലോചിച്ചത് എൻ്റെ സുധിയേട്ടനെ കുറിച്ചാണ്. നിങ്ങളൊക്കെ അത് മറന്നിട്ടുണ്ടാവും, പക്ഷേ ഞാനത് മറന്നിട്ടില്ല. അപ്പോൾ അക്ഷര പറയണേ, ദേവിക ഞങ്ങളെല്ലാം അതിൽ തെറ്റുകാരി എന്നുള്ളത് തെളിഞ്ഞില്ലേ? ഇല്ല, തെളിഞ്ഞിട്ടില്ല. തെളിയുന്നത് വരെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ അക്ഷര പറയണേ, തെളിയും, ഞങ്ങളെല്ലാം പ്രതികൾ എന്നുള്ളത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാവും. അപ്പോൾ ദേവിക പറയണേ, ശരത്താണ് പ്രതി എന്നുള്ളത് ഇപ്പൊ അടുത്താണ് ഞാൻ അറിഞ്ഞത്. ഇതിനു മുൻപ് വരെ നിങ്ങൾ തന്നെയാണ് പ്രതി എന്നുള്ളത് നിങ്ങളും വിശ്വസിച്ചിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ അത് എന്നോട് പറഞ്ഞില്ലല്ലോ, എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ മനഃപൂർവ്വം. നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? ഇപ്പോൾ ശരത്തിന്റെ പേര് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഇതോട് പറയില്ലായിരുന്നല്ലോ. സത്യം ഒരിക്കലും ഞാൻ അറിയാതെ പോയേനെ. അപ്പോൾ അക്ഷര, ദേവികെ സോറി ദേവിക, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും എനിക്ക് സമ്മതമാണ്. അപ്പോൾ ദേവിക പറയണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയ പ്രതി വന്നു കഴിഞ്ഞല്ലോ, കേസ് നടക്കുന്നുണ്ടല്ലോ, കേസ് തെളിയട്ടെ, എന്നിട്ട് അറിയാം ആരാണ് കള്ളം പറയുന്നത് എന്ന്. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഇതൊന്നും പറയാൻ വേണ്ടിയല്ല, ഇത് സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ജയശങ്കർ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ജയശങ്കർ ചോദിക്കുകയാണ്, എന്താ ദേവിക വിശേഷിച്ച്? അല്ല, സാർ അവിടേക്ക് വന്നിരുന്നു എന്ന് അറിഞ്ഞു. ഞാൻ അവിടേക്ക് വന്നിരുന്നു. എന്തിനാണ്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വയ്യാത്ത കാലം വെച്ച് അവിടേക്ക് വന്നത്? എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതിയല്ലോ, ഞാനിവിടേക്ക് വരുമല്ലോ. ഇത് പറയാനാണോ ദേവിക എത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്? അയ്യോ സാറേ, അതല്ല. എന്തിനാണ് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വീട്ടിൽ വന്ന് എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞത്? പിന്നെ എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ ആളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാം എന്ന് കരുതി. അക്ഷര കൂടി കേൾക്കണം, മാലിനി എൻ്റെ വല്യമ്മയുടെ മോളാണ്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അക്ഷര അങ്ങ് ഞെട്ടിപ്പോവാണ്. കാര്യം അക്ഷരയുടെ ഡാഡി അറിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ, അക്ഷരയുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി ഞാനാണ് മാലിനിയെ ഇവിടെ ഇറക്കിയത്. എനിക്ക് അതാണല്ലോ പണി, കുടുംബം കലക്കല്. എന്നിട്ട് ജയശങ്കരോട് പറയണേ, അത് സാറേ, എനിക്ക് സംസ്കാരം വിട്ടൊന്നും ചെയ്യുന്ന ശീലം എനിക്കില്ല. അത് കേട്ടപ്പോൾ ജയശങ്കർ പറയണ, ഞങ്ങളും അങ്ങനെ തന്നെയാണ് ദേവിക, ആണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചത്. പക്ഷേ ഇപ്പോൾ അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിച്ചു. ഒരു വലിയ ഡോക്ടറൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ടാണോ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയത്? എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് പറയണം, അല്ലാതെ മറ്റുള്ളവരെ കരിയാക്കി അവരുടെ വീട്ടിൽ പോയി പറയുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് സാറിനോട് വലിയ ബഹുമാനമായിരുന്നു, പക്ഷേ സാറ് തന്നെയൊക്കെ കളഞ്ഞു കുളിച്ച്. പിന്നെ സാറേ, ഇനി മേലിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അപരാധം പറഞ്ഞു പരത്തരുത്, അറിയാതെ പോലും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഇനി എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് കൈകൂപ്പിയിട്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത്. ദേവിക പോയി കഴിഞ്ഞ ശേഷം അക്ഷര പറയാണ്, ഡാഡി എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്തിനാണ് ദേവികയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാക്കിയത്? പിന്നെ ഞാൻ പോയി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്തു. അതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത്? എന്ത് പ്രശ്നമാണുള്ളത്? അപ്പോൾ അക്ഷര പറയാണ്, ഡാഡിക്ക് ദേവികയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ജയശങ്കർ പറയണ, മാലിനിയെ പറഞ്ഞു വിട്ടത് ദേവിക ആയിക്കൂടാ എന്നില്ലല്ലോ. അപ്പോൾ ദേവിക അങ്ങനെയുള്ള ഒരാളല്ല. ഡാഡി ചെയ്തത് എന്തായാലും മോശമായി പോയി. ഡാഡിയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അക്ഷര വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവാണ്. കാഞ്ചന പറയണേ, എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ നല്ല ഉഷാറാണല്ലോ, എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്തത്. എന്നെ ചോദ്യം ചെയ്യാനൊന്നും ആരും നിൽക്കണ്ട, കേറിപ്പോടി എന്ന് പറഞ്ഞ് കാഞ്ചനെ പറഞ്ഞു വിടണം. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലാണ്. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാവാൻ പോകുന്നത്? എന്താണ് മുത്തശ്ശി? ആ ദേവിക അക്ഷരയുടെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാവണാവോ ഉണ്ടാവാൻ പോകുന്നത്? വഴക്ക് തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ ശരത്ത് പറയണേ, വഴക്ക് തീരുന്നില്ലെങ്കിൽ തീരണ്ട മുത്തശ്ശി. അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാണ് നടക്കുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്താ മോനെ പ്രശ്നം? അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. പക്ഷേ അമ്മയെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? അതിനെന്തിനാ മോനെ വിഷമിക്കുന്നത്? പ്രഭാവതിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? അത് മുത്തശ്ശി, ബാക്കിയുള്ളവർക്കൊക്കെ അത് ഇഷ്ടമാവുമോ? അപ്പോഴത്തേക്കും മനോഹരൻ അവിടേക്ക് വരികയാണ്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല, ഇത് സത്രമൊന്നുമല്ല, നിന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനും മോളും എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ ശരത്ത് പറയണേ, കുറച്ച് ദിവസത്തേക്ക് മതി, അത് കഴിഞ്ഞാൽ ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കോളാം. പറ്റില്ല. എന്താ മോനെ നീ ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ സംസാരിക്കുന്നത്? ഇവിടെ നിന്ന് പോകുമ്പോഴല്ലേ പ്രഭാവതിക്ക് അപകടം പറ്റിയത്? അപ്പോൾ ഇവിടേക്ക് തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? അപ്പോൾ മനോഹരൻ പറയണേ, ഇവിടേക്ക് പ്രഭാവതിയെ കൊണ്ടുവന്നാൽ ആര് നോക്കും? അമ്മ നോക്കുമോ? ദേവികയും പ്രിയയും ജോലിക്ക് പോകുന്നവരാണ്, പാർവതി ഇവിടെ ഇല്ലതാനും, പിന്നെ എന്ത് ചെയ്യാനാണ്?
അപ്പോൾ ശരത്ത് പറയണ അച്ഛാ നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചാലോ, നീ തന്നെ ഇവിടെ വാടകക്കാരനാണ്, പിന്നെ അല്ലേ ഹോം നേഴ്സ്, നിന്റെ അമ്മയെ നീ ഒരു കാര്യം ചെയ്യും വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കും. അപ്പോൾ ശരത്ത് പെറുപെറുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അത് കേൾക്കുകയാണ് മനോഹര. അപ്പോൾ പറയണേ നീ ഇങ്ങനെ പെറുപെറുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, എന്നോട് മുഖം വീർപ്പിച്ചിട്ടും കാര്യമില്ല, ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ നീ ആലോചിക്കണം. അപ്പോൾ ശരത്ത് പറയണേ ഞാൻ എന്തു ചെയ്തു എന്ന് അച്ഛൻ നീ പറയുന്നത്, നീ എന്താ ചെയ്തത് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ, നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. വീട്ടിലേക്ക് എന്തായാലും പ്രഭാവതിയെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മനോഹരൻ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ ഈ വീട് ഇപ്പോൾ അവരുടേതേ അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, മോൻ എന്തായാലും മറ്റെന്തെങ്കിലും വഴി നോക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് എണീറ്റ് പോവാട്ടോ. അതോടുകൂടി ശരത്ത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് മനോഹരൻ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മോൾ എവിടെയാണ്, വരാറായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, എനിക്കൊരു സ്ഥലം കൂടി പോവാനുണ്ട്. എന്താ അച്ഛൻ വിളിച്ചത്? അല്ല, ഇവിടെ ഒരാൾ വാലിന് തീ പിടിച്ച പോലെ നടക്കുന്നുണ്ട് ആ ശരത്ത്, എന്താ കാര്യം? അവൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണത്രേ, പക്ഷേ എവിടേക്കാണ് കൊണ്ടുപോവേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് സത്രമൊന്നുമല്ല, നിന്നെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നിൽക്കുകയാണ്, പിന്നെയല്ലേ നിന്റെ അമ്മ എന്നൊക്കെ ഞാൻ പറഞ്ഞു. മോളോട് ചോദിക്കാതെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ദേവിക പറയണ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? ആ വീട് എൻ്റെ പേരിലാണെന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ, അത് അച്ഛൻ്റെ വീടല്ലേ, അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിനോടൊപ്പം ഞാനും ഉണ്ടാവും. പക്ഷെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അച്ഛ. കാരണം പ്രഭാവതി അമ്മക്ക് ശരത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ രഹസ്യവും അവർക്കറിയാം. ശരത്ത് മറ്റെവിടേക്കെങ്കിലും പ്രഭാവതി അമ്മയെ കൊണ്ടുപോയാൽ അവൻ ഉറപ്പായും പ്രഭാവതി അമ്മയെ കൊല്ലും, എന്നിട്ട് അവൻ ആ തെളിവുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്യും, അതാണ് അവൻ. അപ്പോൾ മനോഹരൻ പറയണേ മോള് പറഞ്ഞു വരുന്നത് എന്താണ്? പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രഭാവതി അമ്മ ഈ കിടപ്പിൽ നിന്നും ഒരിക്കലും എണീറ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദേവിക പറയണ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് പ്രഭാവതി അമ്മ മകനെതിരെ തെളിവ് പറയാൻ, സാക്ഷി പറയാൻ ഉറപ്പായും എണീറ്റ് വരുമെന്നാണ് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത്. അപ്പോൾ മോളെന്താ പറഞ്ഞു വരുന്നത്? പ്രഭാവതി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണോ? അത് വേണ്ട അച്ഛാ, നമുക്ക് എന്തായാലും പ്രഭാവതി അമ്മയെ നോക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് എന്തായാലും ഒരു അവസാന തീരുമാനം എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാം. എന്നിട്ട് ഫോൺ വെക്കാൻ നിൽക്കുമ്പോൾ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചേച്ചിയെ ഒന്ന് കാണണം, ഞാൻ മാലിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഫോൺ വെക്കണം. പിന്നീട് നിരഞ്ജൻ വീട്ടിലേക്ക് വരുമ്പോൾ ജയശങ്കറിനോട് നിരഞ്ജൻ ചോദിക്കുകയാണ്, സാർ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരുന്നു? ആ, നിന്റെ അമ്മയെ കാണാനും പോയിരുന്നു, ദേവികയെ കാണാനും വേണ്ടി പോയിരുന്നു, ഞാൻ അവരുടെ സുഖവിവരം തിരക്കാൻ വേണ്ടി പോയതാ, എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പോൾ നിരഞ്ജൻ പറയണേ ദേവികയെ കാണാൻ പോയതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷേ അമ്മയെ കാണാൻ പോവേണ്ടിയിരുന്നില്ല, എൻ്റെ അമ്മയെ ഇതിൽ ഇടപെടുത്തിയാൽ എന്താ, ഞാൻ അങ്ങ് നന്നായി പോകും എന്നുള്ളത് സാറ് തീരുമാനിച്ചോ? ഞാൻ എന്താ അമ്മ എന്നോട് രണ്ട് ദേഷ്യപ്പെട്ടാൽ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുമെന്നാണോ സാറ് കരുതിയത്? ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ മോളുടെ സങ്കടം കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ അമ്മയെ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അവിടേക്ക് പോയത്. എൻ്റെ അമ്മ വിഷമിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നിൻ്റെ അമ്മ വിഷമിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ല, പക്ഷേ ഞാൻ വിഷമിക്കുന്നത് നിനക്കൊരു കുഴപ്പവുമില്ല. ഞാൻ അതിന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? ഈ വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നം മറ്റുള്ളവരെ കൂടി എന്തിനാണ് വെറുതെ വലിച്ചിഴക്കുന്നത്? നിരഞ്ജനോട് ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ, പക്ഷേ നിരഞ്ജൻ മാറാൻ തയ്യാറല്ലല്ലോ. പിന്നെ എനിക്ക് എൻ്റെ മോളുടെ കണ്ണുനീരൊപ്പാൻ ഞാൻ ഏതറ്റം വരെയും പോവും, അതിനുള്ള പരിഹാരം കാണാൻ ഏതറ്റം വരെയും ഞാൻ പോവും. എന്താ സാറ് ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിപ്പെടുത്തുകയല്ല, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താറില്ല, പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും എന്ന് പറഞ്ഞ് ജയശങ്കർ അങ്ങ് എണീറ്റ് പോവാൻ കേട്ടോ. അപ്പോൾ ഒരു ഭീഷണി സ്വരത്തിലാണ് ജയശങ്കർ നിരഞ്ജനോട് സംസാരിക്കുന്നത്. എന്നിട്ട് നിരഞ്ജൻ നേരെ അക്ഷരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡാഡി എന്താ എന്നെ നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, ദേവികയുടെ വീട്ടിൽ പോയി അതേ കാണാൻ വേണ്ടി പോയിരിക്കുന്നു, എൻ്റെ അമ്മ വിഷമിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അക്ഷര പറയണേ എൻ്റെ ഡാഡി വിഷമിച്ചാൽ അത് എനിക്കും സഹിക്കാൻ കഴിയില്ല, ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഡാഡിയാണ്. നിരഞ്ജൻ പറയണേ അത് ഞാനാണെന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്? അതെ നിങ്ങളായിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെ സ്വയം അതിൽ നിന്നും ഇറങ്ങിപ്പോയില്ലേ, എനിക്കിപ്പോൾ തടയാൻ കഴിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിരഞ്ജൻ പറയണ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പോഴും നിന്നെ തന്നെയാണ്. അത് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അത് പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കൂടി കഴിയണ്ടേ? ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളായിട്ട് തന്നെ അതിൽ നിന്നും പിന്മാറി. നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം അറിയുമോ? ദേവിക ഇവിടെ വന്നിരുന്നു, ദേവികയുടെ ചേച്ചിയാണ് മാലിനി, വല്യമ്മയുടെ മോളാണ് എന്ന് കേട്ടതോടുകൂടി നിരഞ്ജൻ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്താ നിങ്ങൾക്കൊരു പരിഭ്രമം? എനിക്കറിയില്ലായിരുന്നു ദേവികയുടെ ചേച്ചിയാണ് മാലിനി എന്നുള്ള കാര്യം. എന്നിട്ട് നിരഞ്ജൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇല്ല ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാൻ കേട്ടോ. അപ്പോൾ മാലിനിക്ക് വിളിക്കാൻ വേണ്ടിയാണ് നിരഞ്ജൻ പോകുന്നത്, ദേവികയോട് ഒരു രഹസ്യവും പറയരുത് എന്ന് പറയാൻ വേണ്ടി. ദേവിക അറിഞ്ഞാൽ ഉറപ്പായും അത് ഈ വീട്ടിലുള്ളവരും അറിയുമെന്നുള്ള പേടിയിലാണ് നിരഞ്ജൻ നേരെ ഇറങ്ങി പോകുന്നത്. പിന്നീട് ദേവിക മാലിനിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മാലിനി ചോദിക്കണം എങ്ങനെയാണ് ഈ വീട് കണ്ടുപിടിച്ചത്? അപ്പോൾ ദേവിക പറയണ അതൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അതാണ് ഈ ദേവിക.
അല്ല ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യം നിനക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും എടുക്കാം. വേണ്ട, അതിനൊക്കെ പിന്നെ ഒരു ദിവസം ഞാൻ വന്നോളാം. ഇപ്പോൾ എനിക്ക് തീരെ സമയമില്ല. എന്താ ഇന്ന് ഓഫീസൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ചേച്ചി എന്താ ഇതുവരെയും കല്യാണം കഴിക്കാതിരുന്നത്? എനിക്കങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയില്ല. അല്ല, അന്ന് ചേച്ചി ഒരാളെ സ്നേഹിച്ചിരുന്നില്ലേ? ആ സ്നേഹിച്ച ആളുടെ പേര് നിരഞ്ജനാണോ എന്ന് ചോദിച്ചതോടുകൂടി മാലിനി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ ചേച്ചി ഒന്നും പറയാത്തത്? അപ്പോൾ മാലിനി പതർച്ചയോട് കൂടി പറയാണ്, അതെ, നിരഞ്ജൻ ഡോക്ടർ തന്നെയാണ് ഞാൻ സ്നേഹിച്ചിരുന്ന ആ പയ്യൻ. ജയശങ്കർ സാറാണ് നിരഞ്ജൻ ഡോക്ടറെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് സ്വന്തം മോൾക്ക് വേണ്ടി. അപ്പോൾ ദേവിക പറയാണ്, അപ്പോൾ നിരഞ്ജൻ ഡോക്ടർക്ക് പറയാമായിരുന്നല്ലോ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന്. പക്ഷേ നിരഞ്ജൻ ഡോക്ടർ അത് പറഞ്ഞില്ലല്ലോ. അപ്പം മാലിനി പറയണേ, നിരഞ്ജൻ അന്നും ഇന്നും ഒരു പാവമായിരുന്നു. ഇപ്പോഴും നിരഞ്ജൻ്റെ കാര്യം ഓർത്ത് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ മാലിനി ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവരുടെ ജീവിതം പരാജയമാണെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് ചേച്ചി? എന്താണെങ്കിലും എന്നോട് ചേച്ചി തുറന്നു പറ. അപ്പോഴത്തേക്കും നിരഞ്ജൻ്റെ കോള് വരികയാണ് കേട്ടോ. അപ്പോൾ നിരഞ്ജൻ്റെ ആ കോള് വന്നതോടുകൂടി മാലിനി ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ നിരഞ്ജനെക്കുറിച്ചുള്ള ആ രഹസ്യം ദേവികയോട് പറയാൻ ഒരുങ്ങുകയാണ്.